സ്വാഗതം. കർണാടക ഷിമോഗയിൽ നിന്ന് തൃശൂരിലേക്ക് അരിയുമായി വരുന്ന ലോറി നാടുകാണി ചുരത്തിൽ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം. ലോറിയുടെ ഉടമയും ഡ്രൈവറുമായ ചുങ്കത്തൽ സ്വദേശി അനിലിന് സാരമായി പരിക്കേറ്റു. സമൂഹ മാധ്യമത്തിൽ ലൈവിട്ട ശേഷം യുവാവിനെ വീടിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അയ്യാർപോയിൽ തൈക്കാടൻ അബ്ദുവിന്റെയും ഫാത്തിമയുടെയും മകൻ മുഹമ്മദ് ജാസിദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് യുവാവ് ജീവനെടുക്കുകയായിരുന്നു പോലീസ് പറഞ്ഞു. വേങ്ങര കണ്ണമംഗലം തോട്ടശ്ശേരിയാറ കൂർക്കമ്പറമ്പ് സ്വദേശി KP രതീഷാണ് മരണപ്പെട്ടത്. പുതുതായി നിർമ്മിക്കുന്ന സ്വന്തം വീടിന്റെ സിറ്റൌട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് രാവിലെ പരിസരവാസികൾ കണ്ടെത്തുകയായിരുന്നു. പെരുമ്പടപ്പിൽ കിണറ്റിൽ വീണ് മരിച്ച കുട്ടിയുടെ പിതാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പെരുമ്പടപ്പ് പട്ടേരിക്കുന്നിൽ പേരോത്തിൽ റഫീഖിനെയാണ് മർദ്ദിച്ചത്. മകൾ ഹിഷ മെഹറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുക്കുന്നതിനിടെ പെരുമ്പടപ്പ് സ്റ്റേഷനിലെ പോലീസുകാർ മർദ്ദിച്ചതായി തിരൂർ DYSPക്ക് പരാതി നൽകുകയായിരുന്നു. നിലമ്പൂർ വെളിയംതോടിലെ തുണിക്കടയിൽ മോഷണ ശ്രമം. ഷട്ടറിന്റെ പൂട്ട് പൊട്ടിച്ച് അകത്ത് കയറുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ. തുണി കൊണ്ട് മുഖം മറച്ച മോഷ്ടാവിന്റെ മുഖം വ്യക്തമല്ല. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ യുവാവിനെ കാപ്പ് ചുമത്തി ജയിലിലടച്ചു. ആദവനാട് അമ്പലപ്പറമ്പ് വെട്ടിക്കാട്ട് പാരിക്കുഴിൽ ഷനൂബിനെതിരെയാണ് നടപടി. ഷനൂബിനെ VU സെന്ററിൽ ജയിലിലാക്കി. ഇയാൾ കവർച്ച, മോഷണം, ലഹരിക്കടത്ത്, വാഹനമോഷണം, ഭവനഭേദനം, അക്രമം തുടങ്ങി നിരവധി കേസുകൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. നിലമ്പൂരിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വഴിക്കടവ് പോലീസ് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്നും 2.5 കിലോ കഞ്ചാവ് കണ്ടെടുത്ത സംഭവത്തിൽ വിവരമറിഞ്ഞ് ഒളിവിൽ പോയ പ്രതിയെ പിടികൂടി. വഴിക്കടവ് ആനപ്പട്ടത്ത് ഷാക്കിർ എന്ന തോഹ സാക്കിറിനെയാണ് കോട്ടയത്ത് നിന്നും വഴിക്കടവ് പോലീസ് പിടികൂടിയത്. എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി അധ്യാപക നിയമന ഉത്തരവ് വന്നതിന് ശേഷം ജില്ലയിൽ ഇതുവരെ നിയമനം കിട്ടിയത് 1679 പേർക്ക്. വിദ്യാഭ്യാസ വകുപ്പിന്റെ സമന്വയ സോഫ്റ്റ്വെയർ വഴി തസ്തികയിലേക്കായി ആകെ 4109 അപേക്ഷകളാണ് കിട്ടിയത്. പരിശോധനയിൽ 980 അപേക്ഷകൾ അധികൃതർ നിരസിച്ചിട്ടുണ്ട്. ദേശീയപാത പുതുപ്പൊന്നാനിയിൽ മിനി അടിപ്പാത നിർമ്മാണം തുടങ്ങി. മെട്രോമാൻ E ശ്രീധരൻ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ദേശീയപാത അധികൃതർ അടിയന്തരമായി നിർമ്മാണം ആരംഭിച്ചത്. നിലവിലെ പുതുപ്പൊന്നാനി പാലത്തിനടുത്ത് 2.5 മീറ്റർ ഉയരത്തിലും 5 മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം. ഇതോടെ ട്യൂലൈറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.